അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹും വറഹംഹും. ഇന്നലെ വൈകുന്നേരം ഒരു കുടുംബത്തിൽ നിന്ന് 4 പേര് മരണപ്പെട്ട ഒരു വാർത്ത കേൾക്കാനായിട്ട് സാധിച്ചു. യാ അല്ലാഹ്, സഹിക്കാൻ കഴിയുന്നതിൻ്റെ അങ്ങേയറ്റമായിരുന്നു അത്. ഒരു കുടുംബത്തിൽ നിന്ന് 4 പേര് മരണപ്പെടുക എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എത്രത്തോളം വേദനാജനകമായിരിക്കുമെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുമല്ലേ. ഇന്നലെ വൈകുന്നേരം ഒരു 4:30-യോടെയാണ് ഈ അപകടം നടക്കുന്നത്. ഭാരതപ്പുഴയുടെ അരികിലേക്ക് കുട്ടികളുമായിട്ട് വൈകുന്നേരം കടന്നു ചെന്നതാണ് കബീറും ഷാഹിനയും. കുട്ടികൾ വെള്ളത്തിലേക്ക് മറിയുന്നത് കണ്ടിട്ടാണ് ഷാഹിന വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയത്. ഷാഹിനയുടെ പിന്നാലെയാണ് കബീറും വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നത്. പക്ഷേ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് 2 ആളുകളുടെ അടിയോളം ആഴം അവിടെ ഉണ്ടായിരുന്നെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. പോരാത്തതിന് ഇവര് അവിടെയുള്ള ഒരു ചുഴിയിൽ പെടുകയും ചെയ്തു എന്നറിയാൻ കഴിഞ്ഞു. ഷാഹിനയെ വെള്ളത്തിൽ നിന്ന് എടുത്തുയർത്തി കരയിൽ വെക്കുമ്പോൾ ഷാഹിനയ്ക്ക് ജീവൻ ഉണ്ടായിരുന്നത്രേ. പിന്നീട് ഫുആദിനെയാണ് വെള്ളത്തിൽ നിന്നെടുത്തത്. അപ്പോൾ ഫുആദിന് ജീവന്റെ തുടിപ്പുണ്ടായിരുന്നു എന്നറിയാനായിട്ട് കഴിഞ്ഞു. പിന്നീട് അങ്ങോട്ടൊരു 3 മണിക്കൂർ തെരച്ചിലായിരുന്നു കബീറിനും അതേപോലെ സറമോൾക്കും വേണ്ടിയിട്ട്. യാ അല്ലാഹ്, 3 മണിക്കൂറോളം ഫയർഫോഴ്സ് തെരഞ്ഞിട്ട് രാത്രിയോടെയാണ് പിന്നീട് ആ ഒരു ദൗത്യം അവിടെ പൂർണ്ണമാകുന്നത്. അതിൻ്റെ ഇടയിൽ ഷാഹിനയും മരണത്തിലേക്ക് കീഴടങ്ങി, ഫുഹാദ് എന്ന 12-കാരനും മരണത്തിന് കീഴടങ്ങി. അങ്ങനെ 4 പേര് ആ കുടുംബത്തിൽ നിന്ന് മരണത്തിലേക്ക് കീഴടങ്ങി എന്ന വാർത്ത എത്ര വലിയ വേദനാജനകമായ വാർത്തയാണല്ലാ. പടച്ചവനെ, അവർക്കൊക്കെ നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആദ്യമായിട്ട് അവിടെ രക്ഷാപ്രവർത്തനത്തിനെത്തിയ ആ ഒരു വ്യക്തിയുടെ വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഓടുന്നുണ്ടപ്പോൾ എനിക്ക് അവിടെ സ്ഥിരം ഇങ്ങനെ ഈ പരിപാടി നടക്കലുണ്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ അവരെ മുഖഭാവം കണ്ടപ്പോൾ മനസ്സിലായി. ഞാൻ ഓട്ടോറിക്ഷ അവരെ മുന്നിൽ വിട്ട് അവിടെ കൊണ്ടുപോയി നിർത്തി നേരെ പുഴയിലേക്ക് ഇറങ്ങി ചെന്നു. പുഴയിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ഒരു സ്ത്രീ അവശയായി വെള്ളത്തിൽ ഇതാവുണ്ട്. അവിടുന്ന് അതിനെ പിടിച്ച് സൈഡിലേക്ക് കിടത്തി. അവരും സഹായിച്ചിട്ടുണ്ടായിരുന്നു. കിടത്തി. പിന്നെ അവർ ചോദിച്ചു അവരെടുത്ത് കൂടെയുള്ള സ്ത്രീകൾ 2 സ്ത്രീകളുണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ പറഞ്ഞു, അവർക്ക് നിലവിളിച്ചിട്ട് പറഞ്ഞു 3 ആൾ ഇനി അവിടെ ഉണ്ട്, 2 കുട്ടികൾ ഒരാളുണ്ടെന്ന്. അപ്പോൾ അതിൽ ഒരാളുടെ കൈ കണ്ടു. അങ്ങനെ നേരെ അവിടേക്ക് എടുത്ത് ചാടി. അവിടെ തിരഞ്ഞു, എനിക്ക് കിട്ടിയില്ല. അവസാനം നോക്കിയപ്പോൾ ഈ കിടന്ന സ്ത്രീക്ക് ജീവൻ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് വീണ്ടും വെള്ളത്തിൽ നിന്ന് കയറി സ്ത്രീനെ വേറെ 2 ആൾ നമ്മുടെ തൊട്ടടുത്തുള്ള എൻ്റെ നൈബേഴ്സായ 2 പയ്യന്മാർ വന്നിട്ടുണ്ടായിരുന്നു. അവരെ പേര് എന്താ, അവരും വന്നിട്ടുണ്ടായിരുന്നു. അവരെടുത്ത് പറഞ്ഞു അവരെടുക്കാൻ പറഞ്ഞു. അവരെടുക്കാൻ നോക്കുമ്പോൾ പറ്റില്ല. ഞാൻ വീണ്ടും വെള്ളത്തിൽ നിന്ന് കയറിയിട്ട് ഈ സ്ത്രീനെ എടുത്തു. സ്ത്രീനെ എടുത്തിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. ഹോസ്പിറ്റലിലേക്ക് എങ്ങനെയും എത്തിക്കാൻ പറഞ്ഞു. അവരെ അങ്ങോട്ട് കൊണ്ടുപോകണ കണ്ടു. പിന്നെ ഞാൻ അവരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല, സൈഡിൽ കിടത്തിയിറക്കായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ തന്നെ അവർ മരിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് വീണ്ടും വെള്ളത്തിലേക്ക് ഇറങ്ങി. വെള്ളത്തിലേക്ക് ഇറങ്ങി കുറേ തെരഞ്ഞു. അപ്പോഴേക്കാണ് നാട്ടുകാരൊക്കെ എത്തി ഇതൊക്കെ കാണാൻ പറ്റിയത്. അപ്പോൾ അതാണ് ചെറുതുരുത്തി സ്വദേശികളാണ് ഇവിടെ പുഴക്കടവ് കാണാൻ വേണ്ടി എത്തിയതാണ് പറഞ്ഞു കേട്ടോ. ഇവിടെ ഈ മരണം കുറച്ചായി ഉണ്ടായിട്ട് ഈ പഞ്ചായത്തോ അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ ഒരു സൂചനാ ബോർഡ് ഇങ്ങനെ ഒരു അപകടം പതിയിരിക്കുന്ന സ്ഥലമാണെന്നുള്ളത് വെക്കണമെന്ന് ഇപ്പോഴെങ്കിലും ഒന്ന് ഇത് നിങ്ങൾ ന്യൂസുകളൊന്ന് അറിയിച്ചാൽ വലിയ ഉപകാരമായി. ഫയർഫോഴ്സ് ഒക്കെ പറഞ്ഞത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? വല്ലാത്ത ആഴമുള്ള ഒരു സ്ഥലമായിരുന്നു അതെന്ന്. ഭാരതപ്പുഴയെക്കുറിച്ച് നമ്മളൊക്കെ വിചാരിച്ച് വെച്ചത് എന്താണെന്നറിയോ? മണലുകൾ പല സ്ഥലങ്ങളിലും പൊന്തി കിടക്കുന്നത് കാണുമ്പോൾ വലിയ ആഴൊന്നും ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ പല ഭാഗങ്ങളിലും ഒരുപാട് കുഴിയുണ്ട്, പല ഭാഗങ്ങളിലും നല്ലോണം അടിയൊഴുക്കുണ്ട്. അതുകൊണ്ട് ഭാരതപ്പുഴയിലേക്ക് കുളിക്കാനെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ പോകുന്ന ആളുകളുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം. ഭാരതപ്പുഴ എന്നത് നമ്മൾ വിചാരിക്കുന്നതായിട്ടുള്ള ഒരു പുഴയല്ല അത്. അതിൻ്റെ ചില ഭാഗങ്ങളിൽ അപകടം പതിയിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപകടം നടന്ന സ്ഥലം എന്നതൊരു ശ്മശാനത്തിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമായിരുന്നത്രേ. അവിടേക്ക് അങ്ങനെ ആരും പോക്കില്ല. അതുപോലെയുള്ള സ്ഥലങ്ങളിലാണ് പലരും പോയിട്ട്
കുളിക്കാറുള്ളതും പലരും വിനോദസഞ്ചാരത്തിന് വേണ്ടിയിട്ട് വരാറുള്ളതുമൊക്കെ ഇങ്ങനെ അപകടമുണ്ട് എന്ന് ആ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്. ഒരുപാട് മുമ്പ് ആ ഒരു സ്ഥലത്ത് 25 വയസ്സുള്ള ഒരു വ്യക്തി ഇതിന്റെ മുമ്പ് മരണപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ. പക്ഷെ എന്നിട്ടും അവിടെയുള്ള ആളുകൾ അവിടെ ഒരു അപായ സൂചനയുടെ ഒരു ബോർഡെങ്കിലും വെക്കുകയായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു ദുരന്തം അവിടെ വരൂലായിരുന്നു. കാരണം ആ ഒരു ബോർഡ് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇവിടെ കുളിക്കാൻ പാടില്ല എന്ന്. പക്ഷെ ആ കുട്ടികൾ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോഴൊക്കെ ഈ ഒരു ബോർഡ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ കബീറും ഷാഹിനയും ഒക്കെ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നുമില്ല എന്ന് ഇതിന്റെ മുമ്പ് ചിലപ്പോ അവിടെ ഒരു അപകടം നടന്നിട്ടുണ്ട് എന്ന് ചിലപ്പോൾ ഇവർക്ക് അറിയുക പോലും ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ ഖള ആണ്. പടച്ച റബ്ബ് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും ഒക്കെ എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇവർക്ക് നീന്തക്കം അറിയില്ലായിരുന്നു എന്ന്. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെയൊക്കെ നാടുകളിൽ ഈ അടുത്തുണ്ടായ ഒരുപാട് അപകടങ്ങൾ, ആ അപകടം അതായത് കുറച്ച് മുമ്പ് 4 കുട്ടികൾ മരണപ്പെട്ടു. ആ സമയത്താണ് ഗവൺമെന്റ് പുതിയൊരു നിയമം അതുമായിട്ട് കൊണ്ടുവന്നത്. ഈ പറയുന്നതിൽ കാര്യമുണ്ടോ ഇല്ലേ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. പല കുട്ടികൾക്കും നീന്തൽ അറിയില്ല, ചെറിയ മക്കൾക്ക്. അവരാണെങ്കിലോ ഇതുപോലെയുള്ള അപകടങ്ങളിൽ പെട്ടാല് മരണമല്ലാതെ പിന്നെ ഒന്നുമില്ല. ഈ ഒരു അപകടത്തിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും ഒക്കെ പറഞ്ഞത് അവർക്ക് നീന്തക്കം അറിയില്ലായിരുന്നു എന്നാണ്. ചെറിയ കുട്ടികൾക്ക് സ്കൂളിൽ എന്തൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, അവരുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റാത്ത അല്ലെങ്കിൽ ജീവിതവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ. മാത്സ് അടക്കമുള്ള ആ ഒരു രീതിയിൽ തന്നെ സ്കൂളിൽ നീന്തൽ പരിശീലനത്തിനുള്ള ഒരു സംവിധാനം കൂടി തയ്യാറാക്കി കഴിഞ്ഞാൽ സ്കൂളിൽ തന്നെ ആവണമെന്നില്ല. ഈ ഒരു വിഷയം കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറയും സ്കൂളിലൊക്കെ അതിനുള്ള സൗകര്യം ഉണ്ടോ, എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത് എന്ന്. പക്ഷെ ഈ പറയുന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ശരിക്ക്. ഈ കുട്ടികളൊക്കെ മരണത്തിന് കീഴടങ്ങാനുള്ള കാരണം അവർക്ക് നീന്തൽ അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നാൽ അതിൽ ഒരു കുട്ടിയെങ്കിലും ജീവനോടെ മടങ്ങി വന്നാൽ ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് എത്ര കുടുംബത്തിന് ആശ്വാസമായിരിക്കും ആ ഒരു കാര്യം. പക്ഷെ നമ്മൾ പറ്റൂല എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയുന്നതിന്റെ പകരം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളൊന്ന് തയ്യാറെടുത്ത് മുന്നോട്ട് വന്നാൽ ഗവൺമെന്റ് ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവരികയാണ്. പല അപകടങ്ങളും നടക്കുമ്പോൾ അങ്ങനെയുള്ള അപകടങ്ങൾ നടക്കുമ്പോഴാണ് ആ ഒരു പ്രവൃത്തിയുടെ ആ ഒരു കാര്യത്തിന്റെ സീരിയസ്നെസ് പലർക്കും മനസ്സിലാകുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് അപകടങ്ങൾ ഇതിന്റെ മുമ്പ് നടന്നിട്ടുണ്ടല്ലോ, ഇനിയെങ്കിലും ഇതുപോലെയുള്ള ഒരു സംവിധാനങ്ങളൊക്കെ സ്കൂളിൽ കൊണ്ടുവരികയാണെങ്കിൽ എന്തായാലും കുട്ടികൾക്ക് അത് ഉപകാരപ്പെടുക തന്നെ ചെയ്യും. വെള്ളത്തിൽ വീണ ഒരു കുട്ടിക്ക് നീന്തൽ അറിയില്ല എങ്കിൽ പിന്നെ ആ കുട്ടി എത്ര കാലിട്ടടിച്ചിട്ട് എന്താ കാര്യം? മരണമല്ലേ പിന്നിൽ മുന്നിൽ കാണുന്നത്. കുടുംബത്തിന് സഹിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറമാണ് ഈ ഒരു വേദന. അവരോട് പറയാനുള്ളത്, നിങ്ങൾ ക്ഷമിക്കണം. അള്ളാഹുവിൻ്റെ വലിയൊരു ഖള ആണ് ഈ ഒരു മരണം എന്ന് പറയുന്നത്. അള്ളാഹു അവർക്ക് കൊടുത്ത ആയുസ് അത്രേ എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് ക്ഷമിക്കുക. അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് പറഞ്ഞല്ലോ, ഇന്നല്ലാഹ മഅ സ്വാബിരീൻ, അള്ളാഹു ക്ഷമിക്കുന്ന ആളുകളുടെ കൂടെയുണ്ട് എന്ന്. ഈ ഫുഹാദ് എന്ന് പറയുന്ന മോന് ഷാഹിനയുടെ സഹോദരിയുടെ മകനാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ ഉമ്മയുടെ വേദന ഇന്ന് ഊഹിക്കാൻ കഴിയുന്നതിൻ്റെയും അപ്പുറമായിരിക്കും. കണ്ട് കൊതി തീരാത്ത പൈതലാണ് ആ ഉമ്മയുടെ മുമ്പിലേക്ക് 3 കഫം പുടവയിലായിട്ട് കെട്ടിപ്പൊതിഞ്ഞിട്ട് കൊണ്ടുവന്നത്. ഉമ്മ ക്ഷമിക്കണേ എന്ന് മാത്രമാണ് പറയുന്നത്. അള്ളാഹു മക്കളെ കൊണ്ട് പരീക്ഷിക്കും, സമ്പത്ത് കൊണ്ട് പരീക്ഷിക്കും, ആരോഗ്യം കൊണ്ടും അള്ളാഹു പരീക്ഷിക്കും. അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. ക്ഷമിക്കുക. നാളെ സുബലോക സ്വർഗത്തിലേക്ക് നിങ്ങളുടെ കൈ പിടിച്ച് കൊണ്ടുപോവാൻ ഫുആദും സറമോളും അടക്കം അവരൊക്കെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.